യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 44 സങ്കീർത്തനം 1 വാക്യം. ദൈവമേ, പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തികൾ അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു. ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് പിതാക്കന്മാരെ ദൈവം നടത്തിയ വഴികൾ, അവർ അനുഭവിച്ച ദൈവിക പ്രവൃത്തികളുടെ അത്ഭുതങ്ങൾ എന്നിവ ഓർമ്മിച്ചുകൊണ്ടാണ്. ദൈവം ചെയ്ത കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതിലൂടെ വിശ്വാസ ജീവിതത്തെ തന്നെ ശക്തിപ്പെടുത്തുന്നു. ചെങ്കടൽ പിളർന്നതും എരിഹോയുടെ മതിലുകൾ വീഴുന്നതും മനുഷ്യ ശക്തിയാൽ സംഭവിച്ചതല്ല, ദൈവത്തിൻ്റെ കൈകൊണ്ട് നേടിയ വിജയങ്ങളാണ്. അത് വെറും ചരിത്രമല്ല, ദൈവജനത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാണ്. വിശ്വാസം തലമുറകളായി നിലനിൽക്കുന്നതാണ്. നമുക്ക് മുൻപ് ദൈവത്തോടൊപ്പം നടന്നവരുടെ സാക്ഷ്യങ്ങൾ നമ്മെ ജീവിതത്തിൽ ഉറപ്പിക്കും. ദൈവം ഇന്നലകളിൽ പ്രവർത്തിച്ചുവെങ്കിൽ ഇന്നും പ്രവർത്തിക്കുവാൻ ശക്തനാണ്. ദൈവത്തിൻ്റെ കഴിഞ്ഞകാല വിശ്വസ്തത അവൻ്റെ വർത്തമാന ശക്തിയുടെ തെളിവാണ്. പ്രിയ സ്നേഹിതരെ, നാം ഒരു വർഷത്തിൻ്റെ അവസാന മണിക്കൂറിലൂടെ കടന്നു പോകുമ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മെ നടത്തിയ ദൈവത്തിന് നന്ദി പറയാം. അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ സാക്ഷ്യമായി നമ്മുടെ തലമുറകളിലേക്ക് പകരാം. ഇന്നലകളിലും ഇന്നും നടത്തിയ ദൈവം നാളെയും നടത്തുവാൻ ശക്തനാണ്. ഈ വലിയ വിശ്വാസ പ്രഖ്യാപനത്തോടെ നമുക്ക് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാം. പുതുവർഷം എല്ലാ നന്മകൾ കൊണ്ട് അവൻ നമ്മെ വഴി നടത്തട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവമേ, ഇന്ന് നീ ഞങ്ങളെ നടത്തുമ്പോൾ നാളെ ഞങ്ങളുടെ തലമുറകളെയും നീ പരിപാലിക്കുമെന്നുള്ള വിശ്വാസത്തോടെ പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.